പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. തുടർന്നും നാം ചിന്തിച്ചു വരുന്ന വേദപഠനം ക്രിസ്തീയ വിശ്വാസ സ്നാനം എന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലോട്ട് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ആദ്യത്തെ ഭാഗത്തിൽ ക്രിസ്തീയ വിശ്വാസ സ്നാനം, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും എന്തൊക്കെ സ്നാനങ്ങളാണ് പുതിയ നിയമ പുസ്തകത്തിലേക്ക് നമ്മൾ ഒരു വീക്ഷണം നടത്തുമ്പോൾ അവിടെ ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആദ്യമായിട്ട് ഇത് യേശു കർത്താവിൻ്റെ അന്തിമ കൽപ്പനയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പുതിയ നിയമസഭയ്ക്ക് കൊടുത്ത വിലയേറിയ ഒരു ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് ഹല്ലേലൂയ, സ്തോത്രം, ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനം എന്ന കാര്യം. ഹല്ലേലൂയ, സ്തോത്രം. വേദപുസ്തകത്തിലെ സ്നാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന യേശുക്രിസ്തുവിൻ്റെ കാലത്തിന് മുമ്പേ സ്നാപക യോഹന്നാൻ്റെ കാലത്തിന് മുമ്പേ ഉണ്ടായിരുന്ന സ്നാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. യേശു കർത്താവ് എങ്ങനെ സ്നാനമേറ്റു, എന്തുകൊണ്ട് ഏറ്റു എന്നുള്ളതും നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. പിതാവാം ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് സ്നാനമേറ്റത്. യേശുവിൻ്റെ ശുശ്രൂഷ കണ്ട് വിശ്വസിച്ച് സ്നാനമേറ്റ ഒരു കൂട്ടം ജനവും അവിടെ കാണുവാൻ കഴിയുന്നു. ഇതിൽ എല്ലാറ്റിൽ നിന്നും തികച്ചും വ്യക്തിത്വമായതാണ് യേശു കർത്താവ് പുതിയ നിയമ സഭയ്ക്ക് നൽകിയ ആ ശുശ്രൂഷയുടെ ഒരു ശ്രേഷ്ഠത എന്ന് പറയും. കാരണം ഈ സ്നാനത്തിലൂടെ നാം സാക്ഷീകരിക്കുന്നത് യേശു കർത്താവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ നാമും പങ്കാളികളാകും, ഏകീഭവിക്കുന്നു എന്നാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആദ്യത്തെ ചിന്ത എന്തായിരുന്നു? ഹല്ലേലൂയ, സ്തോത്രം, ക്രിസ്തീയ വിശ്വാസ സ്നാനം. ഇത് ഹല്ലേലൂയ, സ്തോത്രം, യേശു കർത്താവിൻ്റെ കൽപ്പനയാണ് എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ഫ്രം ജീസസ് ക്രൈസ്റ്റ്. ഇനി ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മുൻപോട്ട് കടന്നു ചൊല്ലാം. ഹല്ലേലൂയ, സ്തോത്രം. കണ്ണുകളടയ്ക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ഒരു ഭാഗം ഹല്ലേലൂയ, സ്തോത്രം ചിന്തിക്കുവാൻ എൻ്റെ കർത്താവ് കൃപയൊരുക്കിയല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ ഹല്ലേലൂയ, സ്തോത്രം, ഈ പഠനത്തിലും എൻ്റെ കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് കേൾക്കുന്ന ഓരോരുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിൻ്റെ വചനം ഹല്ലേലൂയ, സ്തോത്രം, ആഴമായി ഇറങ്ങിച്ചെന്ന് ക്രിയ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി തീർക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ പഠനത്തോടൊപ്പം കൂടെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിനെ കൊണ്ട് അല്ലെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങൾക്കിത് ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി കർത്താവേ, സ്തോത്രം. ഇത് കേൾക്കുന്നവർ അനേകരിലേക്ക് എത്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. വൺസ് അഗൈൻ ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളേവരെയും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമുക്ക് വേഗത്തിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആദ്യമായിട്ട് നമ്മൾ ചിന്തിച്ചത് സ്നാനം, ക്രിസ്തീയ വിശ്വാസ സ്നാനം എന്നത് യേശു കർത്താവിൻ്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ, സ്തോത്രം. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. ഹല്ലേലൂയ, സ്തോത്രം. 19-ാം വാക്യം 28-ാം അധ്യായം മത്തായി. ഹല്ലേലൂയ, സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ സ്നാനം ഏൽക്കേണ്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞാൻ വീണ്ടും ഓർപ്പിപ്പിക്കുന്നു, നമുക്ക് യേശു കർത്താവ് തന്ന ഈ ശുശ്രൂഷ ഹല്ലേലൂയ, സ്തോത്രം, ഈ കൽപ്പന ഹല്ലേലൂയ, സ്തോത്രം, മറ്റെല്ലാറ്റിൽ നിന്നും തികച്ചും ശ്രേഷ്ഠമേറിയതാണ്. ഹല്ലേലൂയ, സ്തോത്രം. മരണ അടക്ക പുനരുത്ഥാന ശുശ്രൂഷയോടുകൂടെ ഏകീഭവിക്കുന്നു, യേശു ക്രിസ്തുവിനോടുകൂടെ ഏകീഭവിക്കുന്നു. മാത്രമല്ല, ഇത് നാം ഏറ്റുവാങ്ങുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആയിരിക്കണം എന്ന് യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചതായി. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതായിട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗോസ്പൽ. ഹല്ലേലൂയ, സ്തോത്രം. സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊരു
ഒരു ചടങ്ങോ അല്ലെങ്കിൽ ഒരു ഹല്ലേലൂയ സമ്പ്രദായമോ അല്ല, മറിച്ച് തികച്ചും ഇത് സുവിശേഷത്തിൻ്റെ ഭാഗം ആയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. എങ്ങനെ നമുക്ക് മനസ്സിലാകും? മാർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം, അതിൻ്റെ അവസാനത്തെ അധ്യായം, അതിൻ്റെ 15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, 15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, 15, ഹല്ലേലൂയ, സ്തോത്രം, പിന്നെ അവൻ അവരോട്, നിങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ഭൂലോകത്തിലൊക്കെയും പോയി സകല ശിഷ്യരോട് സുവിശേഷം പ്രസംഗിപ്പിൻ. ഹല്ലേലൂയ, സ്തോത്രം, സുവിശേഷം പ്രസംഗിപ്പിൻ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗോസ്പൽ എന്നാണ് ഞാൻ പറഞ്ഞത്. സുവിശേഷം എന്ത് ചെയ്യണം? സകല ജാതികളിലും എത്തിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. സുവിശേഷം എത്തിക്കുമ്പോൾ അതിൻ്റെ അടുത്ത വചനം, 16-ാം വചനം, മാർക്കോസ് 16:16, നിങ്ങൾ സുവിശേഷം പ്രസംഗിപ്പിൻ. അതിൻ്റെ അടുത്ത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. രക്ഷയുടെ ഒരു ഹല്ലേലൂയ, സ്തോത്രം, ഒരു ഫുൾഫിൽമെന്റ് അവിടെ സംഭവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. രക്ഷയുടെ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ ഒരു ഫുൾഫിൽമെന്റ്, ഒരു പൂർണ്ണത അവിടെ വരുന്നു. എവിടെ? നമ്മൾ സ്നാനപ്പെടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുഴുവനുമായി മുങ്ങി നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം, ഒരു സ്നാനമേൽക്കുമ്പോൾ നാം എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ, സ്തോത്രം, രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം, ഹല്ലേലൂയ, സ്തോത്രം, അതിൻ്റെ ഒരു ഫുൾഫിൽമെന്റ്, പൂർണ്ണതയിലേക്ക് നാം കടന്നു വരും. രക്ഷയുടെ അനുഭവത്തിൻ്റെ പൂർണ്ണതയാണ് ഞാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അവസാനത്തോളം നിലനിൽക്കുന്നവനെ പൂർണ്ണ ഹല്ലേലൂയ, സ്തോത്രം, ആ രക്ഷ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മൾ നിത്യതയിലാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നാം എത്തുന്നത് ഈ സ്നാനമേൽക്കുമ്പോൾ ആണ്. അപ്പോൾ ഇത് സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ പോയി, ഹല്ലേലൂയ, സ്തോത്രം, സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, സ്നാനം ഇത് വേണം, ആവശ്യകതയാണ് എന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു കൽപ്പന വരുന്നില്ല. പക്ഷേ സുവിശേഷം പ്രസംഗിപ്പിൻ. ഹല്ലേലൂയ, സ്തോത്രം. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്തോത്രം, സ്നാനത്തെക്കുറിച്ചുള്ള അതിൻ്റെ, ഹല്ലേലൂയ, സ്തോത്രം, മഹത്വത്തെ, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്ത് ചെയ്യണം? പഠിപ്പിക്കണമെന്നാണ് അതിൻ്റെ, ഹല്ലേലൂയ, സ്തോത്രം, ഉള്ളടക്കമായി നാം കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇറ്റ്സ് പാർട്ട് ഓഫ് ഗോസ്പൽ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ പ്രസംഗിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, മാനസാന്തരത്തിൻ്റെ ഒരു പ്രസംഗമായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, സ്തോത്രം, മാനസാന്തരപ്പെടുവാൻ, അവൻ്റെ അവസ്ഥകളിൽ നിന്നും പുറത്തേക്ക് വരുവാനുള്ള ഒരു ഉണർവ് ലഭിക്കാനുള്ള ഒരു പ്രസംഗമായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എപ്പോഴും നാം പ്രോസ്പെരിറ്റി പറയുന്നവരായിരിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അതിലോട്ട് ഒന്നും വരുന്നില്ല. പ്രോസ്പെരിറ്റി വേണം, രോഗസൗഖ്യം വേണം, സകലതും ആവശ്യമാണ്. പക്ഷേ എല്ലാറ്റിനും ഉപരി, ഹല്ലേലൂയ, സ്തോത്രം, ഒരു ആത്മാവിനെ രക്ഷയിലേക്ക് നയിക്കുന്നതാണ്, ഹല്ലേലൂയ, സ്തോത്രം, യഥാർത്ഥ സുവിശേഷം എന്ന്, ഹല്ലേലൂയ, സ്തോത്രം, വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെയുള്ള ഒരു പാക്കേജ് എന്ന് പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് നാം, ഹല്ലേലൂയ, സ്തോത്രം, നടത്തുമ്പോൾ അവരിൽ രോഗസൗഖ്യമുണ്ടാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം, അനുഗ്രഹിക്കപ്പെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം, തൻ്റെ ജീവിത അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെയാണ് നാം വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കർത്താവ് പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ കാര്യമായിട്ട് ചിന്തിച്ചത് ബിലീവേഴ്സ് ബാപ്റ്റിസം, വിശ്വാസ സ്നാനം എന്നത്. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസ സ്നാനം എന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗോസ്പൽ. അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ ഒരു സബ്ജക്റ്റ്, ഒരു വേദപുസ്തകത്തിൽ നിന്നും ഒരു പാസേജ് എടുക്കുകയാണെങ്കിൽ, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ ചാപ്റ്റർ 8 വേഴ്സ് 35-36, ഹല്ലേലൂയ, സ്തോത്രം, ആ വചനങ്ങൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, പ്രവർത്തികളുടെ പുസ്തകം 8-35-36 വചനങ്ങൾ. 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഫിലിപ്പോസിന്റെ അടുത്ത്, ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ശമരിയ പട്ടണത്തിൽ വളരെയേറെ ശുശ്രൂഷയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വലിയ ഉണർവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന് ഒരു പ്രയത്നം നൽകുന്നു. ഹല്ലേലൂയ, സ്തോത്രം, താൻ, ഹല്ലേലൂയ, സ്തോത്രം, ഗാസയിലേക്ക് പോകുന്ന നിർജ്ജന പ്രദേശത്തിലേക്ക് പോവുക എന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ആഹ്വാനം ചെയ്യുമ്പോൾ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം
ഫിലിപ്പോസ് അനുസരിക്കുകയും ഹല്ലേലൂയ അവിടെ പുറപ്പെട്ട് ചെല്ലുകയും ഹല്ലേലൂയ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ പരിശുദ്ധാത്മാവാണ് ഹല്ലേലൂയ അനുസരിച്ചപ്പോൾ പരിശുദ്ധാത്മാവാണ് ഫിലിപ്പോസിനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ആ ഹല്ലേലൂയ രഥത്തിനോടുകൂടെ ചേർത്തത്. കാരണം ഈ എത്യോപ്യനായ ഷണ്ടൻ ഹല്ലേലൂയ ഒരു മന്ത്രി, ഹല്ലേലൂയ ഒരു രാജസ്ത്രീയുടെ മന്ത്രി ഈ രഥത്തിൽ കടന്നു വരുമ്പോൾ രഥത്തിന്റെ വേഗതയ്ക്ക് ഒരു മനുഷ്യൻ സമരിയ പട്ടണത്തിൽ നിന്ന് ഗാസയിലേക്ക് എങ്ങനെ ഓടി എത്തുവാൻ കഴിയും? പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ഒരു ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ബലം കൊണ്ട് ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനം അനുസരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഫിലിപ്പോസിനെ ഹല്ലേലൂയ ആ നിർജ്ജന പ്രദേശത്തിലേക്ക് കൊണ്ടുപോകുവാനും ഈ രഥത്തിലേക്ക് അടുപ്പിക്കുവാനും ഇടയായി തീർന്നു. അവിടെ ചെല്ലുന്നു. അദ്ദേഹം യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ നിന്നും ഒരു പാർട്ടാണ് ഹല്ലേലൂയ യേശു കർത്താവിന്റെ ക്രൂശ് മരണമായിട്ട് ബന്ധപ്പെട്ട ഒരു പാസേജാണ് ഹല്ലേലൂയ പഴയ നിയമ പുസ്തകത്തിൽ നിന്നും ഹല്ലേലൂയ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നിങ്ങൾ വായിക്കുന്നത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഒരുവൻ കൽപ്പിച്ചു തന്നില്ലെങ്കിൽ ഹല്ലേലൂയ ഇതെങ്ങനെ മനസ്സിലാകുമെന്ന് ഹല്ലേലൂയ ആ മന്ത്രി ചോദിച്ചു. അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം പറയാം, ഹല്ലേലൂയ ഈ പറയുന്നതിന്റെ ഹല്ലേലൂയ ഇങ്ങനെ ഹല്ലേലൂയ വചനം ഹല്ലേലൂയ ഇങ്ങനെ ഹല്ലേലൂയ ഒരു പഠനമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രസംഗമായിട്ടോ ഒക്കെ കൊടുക്കുന്നതിന്റെ കാര്യം ഹല്ലേലൂയ തന്നെത്താൻ പുകടുവാനോ പ്രശംസിപ്പാനോ ഒന്നും തന്നെയല്ല. മറിച്ച് ഹല്ലേലൂയ ഒരുവൻ പറഞ്ഞു തന്നില്ലെങ്കിൽ ഞാനിത് എങ്ങനെ അറിയുമോ? ഹല്ലേലൂയ ഒരുപക്ഷെ ഇത് കേൾക്കുന്നവർ നിങ്ങൾ അനേക കാര്യങ്ങൾ അറിയാതിരിക്കാം. ഞാൻ പറയാൻ വരുന്നതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ ഇത് ഹല്ലേലൂയ ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളും ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങളും ഹല്ലേലൂയ അതിന് മുന്നോട്ട് വരാൻ ഹല്ലേലൂയ എന്നെപ്പോലുള്ളവർക്ക് ഹല്ലേലൂയ ദൈവം ആ ഇടപെട്ടത് കൊണ്ടാണ്. കാരണം ഒരുവൻ പറഞ്ഞു തരാതെ എനിക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുന്ന ഹല്ലേലൂയ ആ മന്ത്രി ഹല്ലേലൂയ നമ്മൾ ഓർക്കണം. അപ്പോൾ ഫിലിപ്പോസ് അവിടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ അതിനെക്കുറിച്ച് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയായിരുന്നു, സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. ഹല്ലേലൂയ അദ്ദേഹത്തിനോട് പ്രസംഗിക്കുകയായിരുന്നു 8-ാം അധ്യായത്തിൽ. അതിൻ്റെ 35-36 വരുമ്പോൾ യേശു കർത്താവിനെ കുറിച്ചും യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുമൊക്കെ ഹല്ലേലൂയ മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടിയിട്ട് യേശു കർത്താവ് ഹല്ലേലൂയ വന്നു. ഹല്ലേലൂയ അനേക ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം പാടുകളൊക്കെ ഏറ്റ് ഇങ്ങനെ മരിക്കുന്നു എന്നൊക്കെ സുവിശേഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഹല്ലേലൂയ ഈ സ്നാനത്തെക്കുറിച്ചും ഫിലിപ്പോസ് പറഞ്ഞിരുന്നു. അതിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ ഒരു ഹല്ലേലൂയ അടുത്ത ഘട്ടമായിട്ടാണ് ഈ മന്ത്രി ചോദിക്കുന്നു. ഹല്ലേലൂയ 35-ാം വാക്യത്തിൽ ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ വെള്ളം അധികമുണ്ടല്ലോ. ഹല്ലേലൂയ ഒരു സ്ഥലത്ത് അവർ വരുത്തുമ്പോൾ വെള്ളം അധികമുണ്ടല്ലോ, ഇവിടെ എനിക്ക് സ്നാനപ്പെടാൻ തടസ്സം ഏതെങ്കിലും ഉണ്ടോ എന്ന് ആ ഹല്ലേലൂയ നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തടസ്സമൊന്നുമില്ല എന്ന് പറയുന്ന ആ ഒരു 35-36 വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇത് ഹല്ലേലൂയ എന്തായിരുന്നു? ഹല്ലേലൂയ സുവിശേഷത്തിൻ്റെ ഹല്ലേലൂയ ഒരു പാർട്ടാണ്. ഹല്ലേലൂയ സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ് ഹല്ലേലൂയ ഈ സ്നാനം ഹല്ലേലൂയ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ ഇനി മാർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ കൂടിയിരുന്നു. ആത്മാവിലായി ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഹല്ലേലൂയ അവിടെ ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ അന്യഭാഷയോടുകൂടെ സംസാരിക്കുന്നു. ഹല്ലേലൂയ അഗ്നി നാവുകൾ ഹല്ലേലൂയ പിളർന്നിരിക്കുന്നത് പോലെ ഹല്ലേലൂയ അവരുടെ നാവുകൾ ചലിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ ചലിക്കുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ ഈ പ്രസംഗത്തിനെ കേട്ടവർ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് ഉത്തരം പറയുന്നു. ഹല്ലേലൂയ എന്താണ് ഉത്തരം പറയുന്നത്? പ്രവർത്തികളുടെ പുസ്തകം 2:38 നിങ്ങൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണമെന്ന്. ഹല്ലേലൂയ അന്നത്തെ ദിവസം ആദ്യമായിട്ട് സഭയോടുകൂടെ 3000-ലധികം പേർ സ്നാനപ്പെട്ട് സഭയോട് ചേർക്കപ്പെട്ടു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഇത് സുവിശേഷത്തിൻ്റെ വിവാഹമാണ് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാം. മൂന്നാമതായിട്ട് ആദ്യമായിട്ട് ഇത് യേശു കർത്താവിൻ്റെ കൽപ്പനയാണ്. അടുത്തത് നാം മരണ അടക്ക ഹല്ലേലൂയ പുനരുത്ഥാന യേശു കർത്താവിൻ്റെ ശുശ്രൂഷയോടുകൂടെ നാം ഏകീഭവിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പാപത്തിന് മരിച്ചു, അടക്കം ചെയ്തു, ഒരു പുതിയ മനുഷ്യനായി നാം വീണ്ടും ജനിച്ച് പുറത്തേക്ക് വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. രണ്ടാമതായിട്ട് ഇത് സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ്.
ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗോസ്പൽ. ഹല്ലേലൂയ സ്തോത്രം. അതിന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഫിലിപ്പോസിൻ്റെയും മന്ത്രിയുടെയും ഭാഗം പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ പത്രോസിൻ്റെ ആദ്യ പ്രസംഗം പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഇതൊരു അപ്പോസ്തലിക ഉപദേശവും കൂടെയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിരുന്നതും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചിന്തിക്കാം. മൂന്നാമതായിട്ട് ആദ്യ നൂറ്റാണ്ടിലെ സഭ ഈ ശുശ്രൂഷ യേശു കർത്താവ് ഈ കൽപ്പന നൽകിയത് അനുസരിച്ചിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആദ്യ നൂറ്റാണ്ട് സഭ, ഹല്ലേലൂയ സ്തോത്രം, ഫസ്റ്റ് സെഞ്ചുറി ചർച്ചസ് പ്രാക്ടീസ്ഡ് ദിസ്. ഹല്ലേലൂയ സ്തോത്രം. അവരിത് ചെയ്തു വന്നു. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് കാണുവാൻ കഴിയും. പത്രോസ്, ഹല്ലേലൂയ സ്തോത്രം, നമ്മളിപ്പോൾ കേട്ടു. അടുത്തത് പൗൽ, ഹല്ലേലൂയ സ്തോത്രം, പോൾ, ഹല്ലേലൂയ സ്തോത്രം, അപ്പോസ്തലൻ പോൾ. 12 ശിഷ്യന്മാരിൽ അല്ലാത്ത ഒരു അപ്പോസ്തലൻ, ഹല്ലേലൂയ സ്തോത്രം, പോൾ. സൗൽ ഇൻടു പോൾ. സൗൽ എന്ന, ഹല്ലേലൂയ സ്തോത്രം, യേശു കർത്താവ് ശൗലിനെ, ഹല്ലേലൂയ സ്തോത്രം, ദമസ്കോസിന്റെ പടിവാതിലിൽ തൊട്ടപ്പോൾ അവൻ പൗലോസായി, ഹല്ലേലൂയ സ്തോത്രം, യേശുവിൻ്റെ സുവിശേഷം ചെയ്യുവാൻ, യേശുവിനെ കുറിച്ച് പറയുവാൻ തയ്യാറായി തീർന്ന ഒരു വ്യക്തി. അദ്ദേഹം അനന്യാസിന്റെ കൈക്കീഴിൽ ജ്ഞാനമേറ്റു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പോസ്തലൻ പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. 9-ാം അധ്യായം 18-ാം വാക്യത്തിൽ. ഈ വചനങ്ങളൊന്നും നമ്മളിവിടെ വായിക്കുന്നില്ല. നമുക്ക് സമയപരിമിതികൾ കൊണ്ട് നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം പൂർത്തീകരിക്കണം. പിന്നെ ഇപ്പോൾ വചനം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേദപുസ്തകവുമായിട്ട് എടുത്ത് ആരായുവാൻ ചിലപ്പോൾ തയ്യാറാവത്തില്ല. അതും കൂടെ ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന വചനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്യണം? വേദപുസ്തകവുമായിട്ട് ആരായണം. ബ്രോവ പട്ടണ ജനങ്ങൾ ആരാഞ്ഞതുപോലെ നിങ്ങൾ ആരാഞ്ഞു നോക്കണം. അപ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ സഭ, അതിലാണ് പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. ഹല്ലേലൂയ സ്തോത്രം, 3000 പേരിലും അധികം സ്നാനപ്പെട്ടു. രണ്ടാമതായിട്ട് പോൾ, ഹല്ലേലൂയ സ്തോത്രം, സ്നാനമേറ്റു അനന്യാസിന്റെ കൈക്കീഴിൽ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ. പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം, ഹല്ലേലൂയ സ്തോത്രം, കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ അനേകർ കൂടിയിരുന്നു. പത്രോസിനെ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, കൊർന്നേലിയോസിന് ഒരു ദർശനം ലഭിക്കുവാനും ഹല്ലേലൂയ സ്തോത്രം പത്രോസിനെ വിളിച്ചു വരുത്തുവാനും ഇടയായി തീർന്നു. അവിടെ പത്രോസ്, ഹല്ലേലൂയ സ്തോത്രം, യേശു കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചു. അവിടെ മാനസാന്തരപ്പെട്ടവർ എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ വിശ്വസിച്ചവർ എന്ത് ചെയ്തു? സ്നാനമേറ്റു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അടുത്തത് പ്രവൃത്തികളുടെ പുസ്തകം 16, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് 16, ചാപ്റ്റർ 16 നമുക്ക് കാണുവാൻ കഴിയും. ലുദിയയും കുടുംബവും സ്നാനപ്പെട്ടു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അതേ അധ്യായത്തിൽ 25-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാരാഗ്രഹ പ്രമാണി, ഹല്ലേലൂയ സ്തോത്രം, എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം, സ്നാനപ്പെട്ട് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം കാണുവാൻ കഴിയും. കാരാഗ്രഹ പ്രമാണിയും അവൻ്റെ കുടുംബവും എന്തു ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം, സ്നാനപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയും. അടുത്തത് പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ക്രിസ്പു എന്ന ഹല്ലേലൂയ സ്തോത്രം, വേദപണ്ഡിതൻ, ഹല്ലേലൂയ സ്തോത്രം, എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം, സ്നാനമേറ്റത്. അവനും അവൻ്റെ കുടുംബവും സ്നാനമേറ്റ് നമുക്ക് കാണുവാൻ കഴിയും. ഇനി എഫെസോസിലെ ഹല്ലേലൂയ സ്തോത്രം ശിഷ്യന്മാർ, പ്രവർത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ സ്നാനമേൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെയൊക്കെ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾ ഏറ്റവും ചർച്ച വരുത്തുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്. എവിടെയാ? ലുദിയയുടെ ഭവനം, കൊർന്നേലിയോസിൻ്റെ ഭവനം, ജയിലറും കുടുംബവും, ഹല്ലേലൂയ സ്തോത്രം, കാരാഗ്രഹ പ്രമാണിയും കുടുംബവും, ഹല്ലേലൂയ സ്തോത്രം, ക്രിസ്പുവും കുടുംബവും, അതേപോലെ എഫെസോസിലെ ഹല്ലേലൂയ സ്തോത്രം ഡിസൈപ്പിൾസ്. മാത്രമല്ല സമറിയ പട്ടണത്തിൽ നമ്മൾ ചിന്തിച്ച ആ ഫിലിപ്പോസിൻ്റെ പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ച ആ വേദഭാഗത്തിൻ്റെ മുമ്പ്, ഹല്ലേലൂയ സ്തോത്രം, അതായത് മന്ത്രിയും പരിശുദ്ധാത്മാവ് ഇടപെട്ട് ഗാസയിലേക്ക് പോകുന്ന നിർജ്ജന പ്രദേശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പൗലോസ് സമറിയ പട്ടണത്തിലായിരുന്നു. അനേകർ അവിടെ നിന്ന് ഹല്ലേലൂയ സ്തോത്രം, ആ പട്ടണത്തെ ജനങ്ങളെല്ലാം എന്ത് ചെയ്തു? പുരുഷന്മാരും സ്ത്രീകളും സ്നാനപ്പെട്ടു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. പ്രവർത്തികളുടെ പുസ്തകം 8:12. ഇത് ഒന്ന് കുറിച്ചിടണം. പ്രവർത്തികളുടെ പുസ്തകം 8:12 വേദപുസ്തകം വ്യക്തമായിട്ട് അവിടെ പറയുന്നു പുരുഷരും സ്ത്രീകളും എന്ന്. അപ്പം ഈ സമരിയ പട്ടണത്തിൽ ഒരു ചോദ്യമില്ല, അവിടെ കുഞ്ഞുങ്ങൾ ഇല്ലേ എന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഒരു പട്ടണം മുഴുവനും എടുക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം സ്നാനപ്പെടുമ്പോൾ, അനേകർ സ്നാനപ്പെടുമ്പോൾ അതിൽ കുഞ്ഞുങ്ങളില്ലേ എന്നുള്ള ചോദ്യം വരും. ഹല്ലേലൂയ സ്തോത്രം. അവിടെ കുഞ്ഞുങ്ങളില്ല. കാരണം
അവിടെ വേദപുസ്തകത്തിൽ ഹല്ലേലൂയ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും എന്ന്. ഹല്ലേലൂയ. പക്ഷേ കൊർന്നേലിയോസിൻ്റെ ഭവനം ഹല്ലേലൂയ, അതായത് ഡിബേറ്റ് ചർച്ച ചെയ്യപ്പെടേണ്ട ഏരിയാസ്, കൊർന്നേലിയോസിൻ്റെ ഭവനം, ലുദിയയുടെ ഭവനം, ഹല്ലേലൂയ, കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബം, ഇങ്ങനത്തെ കുടുംബങ്ങളുടെ ഇടയിൽ വരുമ്പോൾ ഹല്ലേലൂയ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, ഈ കുടുംബമായിട്ട് അവർ സ്നാനപ്പെട്ടു എന്ന് വരുമ്പോൾ ഈ കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലേ എന്ന് ചോദ്യം വരുന്നുണ്ട്. ഹല്ലേലൂയ. ഈ വേദഭാഗങ്ങളെല്ലാം നിങ്ങൾ ചിന്തിക്കണം. ഹല്ലേലൂയ. ഓരോ ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ. കൊർന്നേലിയോസ് പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 10, ലുദിയയുടെ കുടുംബം ചാപ്റ്റർ 16, കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബം അതേ ചാപ്റ്റർ 16. ഇത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, ഇത് നിങ്ങൾ വായിക്കുമ്പോൾ, 1 by 1 വേർഡ് ബൈ വേർഡ് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കുഞ്ഞുങ്ങളെന്ന ഒരു കാര്യം വരത്തില്ല എന്ന്. കാരണം വിശ്വസിക്കുകയും ഒരു ഭാഗം സന്തോഷിക്കുകയും, അതായത് ഈ സുവിശേഷം കേട്ടിട്ട് വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്തവർ എന്ത് ചെയ്തു? ഹല്ലേലൂയ, സ്നാനപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ചെറിയ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുകയും അത് ഏറ്റെടുക്കുകയും അതിൽ തന്നെ സന്തോഷിക്കുകയും ചെയ്യുന്നത്? ഒരിക്കലുമില്ല. ഹല്ലേലൂയ. അവരോട് നമ്മൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞാൽ അവർ യെസ് ഹല്ലേലൂയ, ഈ ഒരു വിഗ്രഹത്തെ കാണിച്ച് ഇതാണ് നമ്മുടെ ദൈവമെന്ന് കാണിച്ചാൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അത് അക്സെപ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. അവർക്ക് ഒരു ഹല്ലേലൂയ എന്ത് ചെയ്യണം? ഒരു തിരിച്ചറിവ് വരുന്ന ഒരു ഏജ് വരെ ഹല്ലേലൂയ അവർക്കൊരു തിരിച്ചറിവ് വന്ന് ഹല്ലേലൂയ അവർ ഹല്ലേലൂയ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ തുടങ്ങി. ശരിയത് തെറ്റത് എന്ന് ഹല്ലേലൂയ ഒരു വിവേചിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ. ആ ഏജ് വരെയും കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ഇത് മനസ്സിലാക്കുവാനിടയായി തീർന്നില്ല. അതിൽ ഏജ് ഡിഫറൻസ് ഇല്ല. 12 വയസ്സ് വരെ 11 വയസ്സ് വരെ അങ്ങനെ ഒന്നുമില്ല. യേശു കർത്താവിനെ വിശ്വസിച്ച് ഈ വിശ്വാസത്തിൽ നിലകൊള്ളുന്നവർ, സന്തോഷിക്കുന്നവർക്ക് എന്ത് ചെയ്യാം? ഹല്ലേലൂയ, സ്നാനപ്പെടാം. ഹല്ലേലൂയ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഹല്ലേലൂയ എന്തില്ല? കുഞ്ഞുങ്ങൾ പറയപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അടുത്തത് വിശ്വാസ സ്നാനത്തിനെക്കുറിച്ചു അപ്പോസ്തലന്മാരുടെ ഒരു ഉപദേശമാണ്. ഹല്ലേലൂയ, ഉപദേശമാണ്. യേശു കർത്താവിൻ്റെ സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ സുവിശേഷ പുസ്തകങ്ങൾ 4 കാണുമ്പോൾ, അതിനുശേഷമായിട്ട് നമ്മൾ വേദപുസ്തകത്തിലെ പുതിയ നിയമ പുസ്തകത്തിലെ കാണുന്നതെല്ലാം അപ്പോസ്തലന്മാരുടെ റൈറ്റിങ്സാണ്. ഹല്ലേലൂയ, ലേഖനങ്ങൾ, ഹല്ലേലൂയ, വെളിപ്പാടുകൾ, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവരുടെ ടീച്ചിങ്ങിലും ഉണ്ടായിരുന്നു സ്നാനത്തെക്കുറിച്ച്. നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ച് ഏകീഭവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാന ശുശ്രൂഷയുടെ കൂടെ ഏകീഭവിക്കുന്നു എന്ന് നമ്മൾ റോമാലേഖനം 6 നമ്മൾ ചിന്തിച്ചു. അതേപോലെ 1 കൊരിന്ത്യർ 10:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് സ്നാനത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. ഗലേഷ്യൻസ് 3:27, ഗലേഷ്യൻസ് 3:27 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. റോമാലേഖനം 6:1 മുതൽ 6-7 വചനങ്ങൾ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഗലേഷ്യൻസ് 3:27, എഫേഷ്യൻസ് 4:5 സ്നാനത്തെക്കുറിച്ച് ഒരേ ഒറ്റ സ്നാനമേ ഉള്ളൂ എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. കൊലോഷ്യൻസ് 2:11-12 നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുവിനോടുകൂടെ ഹല്ലേലൂയ മരിക്കുന്നു, അടക്കപ്പെടുന്നു, ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് ആ വേദഭാഗം നമുക്ക് കൊലോഷ്യൻസ് 2:11-12 സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. 1 പത്രോസ് 3:20-21 നമുക്കിത് കാണുവാൻ കഴിയും. ഈ വചനങ്ങളെല്ലാം അടുത്ത പഠനങ്ങളിലേക്ക് കയറി വരുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് ആണ്. 1 പത്രോസ് അവസാനമായി പറഞ്ഞത് 1 പത്രോസ് 3:20-21. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിച്ചു ഇത് യേശു കർത്താവിൻ്റെ കൽപ്പനയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചു സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ആദ്യ നൂറ്റാണ്ടിലെ സഭ ഇത് ഹല്ലേലൂയ ചെയ്തിരുന്നു, ഇത് പ്രാക്ടീസ് ചെയ്തിരുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ഈ കൽപ്പന അനുസരിച്ചിരുന്നു. ഹല്ലേലൂയ. നാലാമതായിട്ട് ഇത് അപ്പോസ്തോലിക ഉപദേശം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ ഇത് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ഹല്ലേലൂയ പഠിച്ചു. ഹല്ലേലൂയ. ഇനി ഹല്ലേലൂയ അടുത്ത ക്ലാസ്സിൽ നിന്നും നമുക്ക് ഒന്നുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് ബാപ്റ്റിസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ഒപ്പം ഹല്ലേലൂയ അതിൻ്റെ ആവശ്യകത എന്താണ്, ഹല്ലേലൂയ ഇതുവരെ ചിന്തിച്ചത് മാത്രമല്ല ഇനിയും ഹല്ലേലൂയ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ
നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഒരുവൻ വെള്ളത്തിനാലും ആത്മാവിനാലും സ്തോത്രം വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്തോത്രം സ്വർഗരാജ്യം അവൻ എന്ത് ചെയ്യത്തില്ല, ലഭിക്കത്തില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ വരും. കുഞ്ഞായിട്ടുള്ളവർ, ഹല്ലേലൂയ സ്തോത്രം, കുഞ്ഞായിട്ടുള്ളവർ, ചെറുപ്പം മുതലേ സ്തോത്രം ബുദ്ധിസ്വാധീനമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, സ്തോത്രം വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, ഗ്രഹിക്കാൻ പറ്റാത്തവർ, സ്തോത്രം നമുക്ക് മുമ്പ് നമ്മൾ സുവിശേഷത്തിൻ്റെ കാലഘട്ടത്തിലാണ്, സ്തോത്രം പിതാക്കന്മാരുടെ മുമ്പുള്ള കാലം, സ്തോത്രം പിതാക്കന്മാർ ഒരു 3 ജനറേഷൻ മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ജനിച്ചവർ, സുവിശേഷം എത്തുന്നതിന് മുമ്പ് ജനിച്ചു ജീവിച്ച് മരണിച്ചവർ, ഇവരുടെയൊക്കെ അവസ്ഥകളൊക്കെ എന്തായി തീരുന്നൊക്കെ സ്തോത്രം ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരും. സ്തോത്രം നിങ്ങൾ ഇപ്പോൾ സുവിശേഷത്തിനെ കുറിച്ച് കേട്ടു, വേദപുസ്തകം ഇവിടെ സുവിശേഷം വ്യാപകമായി തീർന്നു, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞു സത്യം. സ്തോത്രം ഇതിനൊക്കെ പല ചോദ്യങ്ങളും നമ്മുടെ മുൻപിൽ ഉയർന്നു വരുന്നു. സ്തോത്രം ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ വേദപുസ്തകത്തിൽ നിന്നും തന്നെ നമുക്ക് ചിന്തിച്ച് സ്തോത്രം അതിനൊരു കൺക്ലൂഷനിലേക്ക് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തുടർന്നും സ്തോത്രം ഈ പഠനങ്ങളിലേക്കെയും നിങ്ങൾ സ്തോത്രം ശ്രദ്ധ വെച്ച് സ്തോത്രം ഈ പഠനങ്ങൾ മുഴുവനുമായിട്ട് സ്തോത്രം പഠിക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും കർത്താവ് നിങ്ങളെ ഇടയാക്കി തീർക്കട്ടെ. കർത്താവ് തന്നെ സഹായിക്കുമാറാകട്ടെ. വീണ്ടും അടുത്ത സ്തോത്രം എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു ഭാഗമായിട്ട് നമുക്ക് ആധികാരികമായിട്ട് വീണ്ടും ഈ സ്നാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ. ഇതുവരെ ചിന്തിച്ച ഭാഗങ്ങളിലൊക്കെയും നിങ്ങൾ വീണ്ടും വീണ്ടും ധ്യാനിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. സ്തോത്രം ഞാൻ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം പക്ഷേ അറ്റ്ലീസ്റ്റ് ഇത് പഠിച്ചിട്ട് സ്തോത്രം നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. സ്തോത്രം എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. സ്തോത്രം എനിക്ക് ലഭിച്ച അറിവിൽ നിന്നും സ്തോത്രം പണ്ഡിതന്മാരുടെ ഇടയിൽ നിന്നും വേദപുസ്തകത്തിൽ നിന്നും കർത്താവ് വെളിപ്പെടുത്തി തന്നതുമായിട്ടുള്ള അറിവുകളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇതിൽ സ്തോത്രം കുറവുകൾ ഉണ്ടായിരിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിലോ സ്തോത്രം എന്നെ കറക്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. സ്തോത്രം അത് എൻ്റെയും ക്രിസ്തീയ സ്തോത്രം ഈ ഒരു സ്തോത്രം മേഖലയിൽ എനിക്കും സ്തോത്രം വളരുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വീണ്ടും കാണുന്നതുവരെ കർത്താവ് സ്തോത്രം തന്നെ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ആൾ.